വെൽക്കം ടു Aroma. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി മിക്സഡ് ഫ്രൂട്ട് പായസം വെച്ചാലോ? അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് പൈനാപ്പിൾ, ആപ്പിൾ, മാതള നാരങ്ങ, ഏത്തപ്പഴം, ചെറുപഴം. നമ്മളെല്ലാം ചെറിയ സ്ക്വയർ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സിൻ്റെ അളവ് നമ്മളുണ്ടാക്കുന്ന പായസത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മിൽക്ക് ആണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെ വേണം. നമുക്ക് പായസത്തിനായിട്ട് തേങ്ങാപ്പാൽ വേണം. ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഏലക്ക പൊടിച്ചത്, നെയ്യ് 3 ടീസ്പൂൺ, പായസത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ചെറുതായിട്ടൊന്ന് നെയ്യിൽ സോട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നെയ്യ് ഞാൻ ഇപ്പോൾ ഒഴിക്കുകയാണ്. നെയ്യൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഇടാം. നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ നെയ്യിലിട്ട് ഒരു 3 to 4 മിനിറ്റ്സ് ഒക്കെ സോട്ട് ചെയ്ത ശേഷം നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഈ ഒരു രീതിയിലോട്ടാവും. ഈ ടൈമിലാണ് നമ്മൾക്ക് വേണ്ട പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഞാൻ എടുത്തേക്കുന്ന ഫ്രൂട്ട്സിൻ്റെ അളവൊക്കെ വെച്ചിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നമ്മുടെ ടേസ്റ്റിൻ്റെയും എടുത്തേക്കുന്ന ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്താം കേട്ടോ. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ഷുഗറൊക്കെ ഫ്രൂട്ട്സായിട്ട് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ 2 കപ്പ് തേങ്ങാപ്പാൽ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലൊക്കെ നല്ലോണം തിളച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾക്ക് എടുത്ത് വെച്ചേക്കുന്ന മിൽക്ക് മെയ്ഡും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യാം. Milkmaid ഒക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ എക്സ്ട്രാ ഷുഗർ ഇട്ട് കൊടുക്കാം.
ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പായസമൊക്കെ റെഡിയായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും നമുക്ക് ഇത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ മിക്സഡ് ഫ്രൂട്ട് പായസത്തിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലത്തെ വേറെ റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.